ഈ ഒരു കൗൺസിലിംഗ് കേസ് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. സാധാരണഗതിയിൽ ഒരു വീട്ടിൽ മകൻ വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ മരുമകളും അമ്മായിയും ക്ലാഷ് ഉണ്ടാകാറുണ്ട്. ഇവിടെ മരുമകളും മകൻ്റെ അച്ഛനുമാണ് ക്ലാഷ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മരുമകളോട് ചോദിക്കും, അവർ പറയുന്നത് അച്ഛൻ എല്ലായ്പ്പോഴും ദേഷ്യമാണ്, പെട്ടെന്ന് പ്രതികരിക്കുന്നു, ചൂടാകുന്നു, ഒരു ചൂടൻ സ്വഭാവമാണ്, എനിക്കങ്ങ് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത്. നമ്മൾ മകനോട് ചോദിക്കുമ്പോൾ മകൻ ശരിക്കും ഇവിടെ ഹെൽപ്ലെസ് ആണ്. അതായത് അയാളിപ്പോൾ ഉള്ളത് ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്കാണ്, ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. ഇവിടെ നമ്മൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം അത്. നമ്മൾ അച്ഛനൊരു ഹിസ്റ്ററിയിലേക്ക് പോയി, എന്താണ് അയാൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ വരാൻ കാരണം. ഇപ്പം ചെറുപ്പം മുതലേ വർഷങ്ങളായിട്ട് നാടുകളുമായിട്ടുള്ള ജോലിയാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറയുന്ന പോത്തും പശുവും ഇതൊക്കെയാണ് അയാളുടെ പരിപാടി. അപ്പം ഇങ്ങനെ ഒരുപാട് വർഷക്കാലം അതിൽ ജോലി ചെയ്ത് അയാളുടെ ക്യാരക്ടർ തന്നെ വലിയ ചേഞ്ച് വന്നിട്ടുണ്ട്. പക്ഷേ അയാൾക്കത് പരിധിവരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഇവിടെ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ എക്സ്പീരിയൻസുകളാണ് നമ്മളാക്കുന്നത്. ഇവിടെയും അയാളെ എങ്ങനെ ആക്കിയത് അയാളുടെ എക്സ്പീരിയൻസ് ആണ്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള കാര്യം, എങ്കിലും ഞാൻ ആവർത്തിക്കുന്നു, ഒരാൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ അയാളെ ഉൾക്കൊള്ളലാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. സോ ഈ ഒരു കേസിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്, അച്ഛൻ എന്നുള്ള ആ ഒരു കണ്ടന്റ്. അത് പലപ്പോഴും നമ്മൾ ഒരു മെജോറിറ്റി കേസുകളിലും അച്ഛൻ എന്ന ആ ഒരു പേഴ്സണ് വലിയ രൂപത്തിൽ വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാറില്ല അല്ലെങ്കിൽ കഴിയില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കുക, ഇത്തരത്തിൽ ഒരുപാട് സംഘർഷങ്ങളിലൂടെ രാവും പകലും ഇല്ലാതെ ജീവിക്കുന്ന മനുഷ്യരാണ്. ഇപ്പോൾ അച്ഛനുണ്ട് അമ്മയുണ്ട്, എസ്പെഷ്യലി പറയുന്ന ഫാദേഴ്സ് എന്ന് പറയുന്നത്. സോ പലപ്പോഴും നമുക്കത് കൺസിഡർ ചെയ്യാൻ കഴിയാറില്ല, അല്ലെങ്കിൽ നമുക്കത് കാണാൻ കഴിയാറില്ല. അവർ ചെയ്യുന്ന ജോലികൾ, അവരുടെ ഇടപാടുകൾ, അല്ലെങ്കിൽ അവരുടെ ക്ഷീണം, അതൊന്നും അവർ പ്രകടിപ്പിക്കാറില്ല. അപ്പോൾ നമ്മൾ പറയാറുണ്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല. അതേസമയം അച്ഛൻ നമ്മുടെ മുന്നിൽ നിന്ന് അവരുടെ ക്ഷീണം പ്രകടിപ്പിക്കാറുണ്ടോ? ഇല്ല, മൂപ്പരത് അങ്ങനെ ശരിയായിക്കോളും എന്നുള്ള ആ ലെവലിൽ ഇങ്ങനെ പോകുന്നുണ്ടാകും. സോ ഇതൊക്കെ നമുക്ക് മനസ്സിലാകുക നമ്മൾ ആ ഒരു ഏജിലേക്ക് എത്തുമ്പോഴാണെന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ സത്യം.